Very good morning to all. Good afternoon too. Today we will discuss about the contributors of management thought part 4. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ മാനേജ്മെൻറ്റ് തിങ്കേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കൽ എറയിലുള്ളതും നിയോ ക്ലാസിക്കൽ എറയിലുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് തിങ്കേഴ്സിനെ പറ്റിയിട്ടാണ്. ലിൻഡൽ ഫോണസ് ഉർവിക് മാൽവെയിൻ വോർക്സാക്ഷയറിൽ എന്ത് ചെയ്യുന്നു, ജനിക്കുന്നു. ഗ്രാജുവേറ്റഡ് ഫ്രം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. വർക്ക്ഡ് ആസ് എ ബിസിനസ്മാൻ. വർക്ക്ഡ് ഇൻ ആർമി ഇൻ വേൾഡ് വാർ ഫസ്റ്റ്. ഡയറക്ടർ ഓഫ് ദ ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ജനീവ ആൻഡ് ഉർവിക് ഓർ പാരൻസ് ലിമിറ്റഡ് a consultancy company. And during the World War II worked as an advisor to the Treasury. And he had several international awards and gold medals. So Lieutenant Colonel Urwick attempted to synthesize a number of contributors to develop a general theory of organization and management. അപ്പം ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നിന്നും ഒരു ജനറൽ തിയറി ഉണ്ടാക്കാനാണ് ഉർവിക്ക് ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു 8 പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അലോങ് വിത്ത് ദ ഗുർലിക് ആൻഡ് ബ്രോഡ് ഫയോൾ ഇൻ ടു ദ പിക്ചർ ലോങ് ബിഫോർ ഫയോൾ വാസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ US. എന്താണ് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ അയാൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ 6 സെറ്റ് ഓഫ് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റീവ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പെരിമെൻറ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് കൺട്രോൾ. ഇതാണ് പ്രധാനപ്പെട്ട ഉർവിക്കിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹെർബർട്ട് സൈമനെ പറ്റിയിട്ടാണ്. ലേണിംഗ് ഈസ് എനി ചേഞ്ച് ഇൻ എ സിസ്റ്റം ദാറ്റ് പ്രൊഡ്യൂസസ് എ മോർ ഓർ ലെസ് പെർമനൻറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് കപ്പാസിറ്റി ഫോർ അഡാപ്റ്റിംഗ് ടു ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. എന്താ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് എനി ചേഞ്ച് ഇൻ ദ സിസ്റ്റത്തിലുള്ള ചേഞ്ച്. ആ ചേഞ്ച് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് പ്രൊഡ്യൂസ് മോർ ഓർ ലെസ് പെർമനൻറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് കപ്പാസിറ്റി ഫോർ അഡോപ്റ്റിംഗ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അതിൻ്റെ എൻവയോൺമെൻറ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നതിലുള്ള കപ്പാസിറ്റിയിലുള്ള മോർ ഓർ ലെസ് ചേഞ്ച് ഇനിയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ലേണിങ്ങിനെ കൊണ്ട് അടയാളപ്പെടുത്തുന്നതാണ് ഹെർബർട്ട് സൈമൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. Herbert Simon, a Nobel Prize winner in economics, has made significant contribution in the field of management, particularly administrative behavior and decision making. He looked at the organizational problems in totality of socio-psychological context and viewed that decision making take place in this context. ഇപ്പോൾ നോബൽ പ്രൈസ് വിന്നറാണ് എക്കണോമിക്സിലെ. ഒരുപാട് കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിൽ നൽകിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയറും ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതിലാണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉള്ളത്. ഹി ലുക്ക് ദ ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് ഇൻ ടോട്ടാലിറ്റി ഓഫ് സോഷ്യോ സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ്. സോഷ്യോ സൈക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഓർഗനൈസേഷനിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നത് നോക്കി കാണുന്നത്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ഡിസിഷൻ മേക്കിങ്ങും എന്ത് ചെയ്യുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് എടുക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷനാണ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ബോണ്ട് റേഷണാലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് മാൻ, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ കോൺട്രിബ്യൂഷൻസ്. കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ നോക്കുക. Simon has described an organization as a complex network of decisional process, all pointed towards their influence upon the behavior of the operatives. Thus, the best way to analyze an organization is to find out and by whom decisions are made. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൈമൺ ആസ് ഡിസ്ക്രൈബ്ഡ് ആൻ ഓർഗനൈസേഷൻ എന്നാണ്. അദ്ദേഹം ഒരു ഓർഗനൈസേഷനെ വിവരിച്ചിട്ടുള്ളത് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിസിഷണൽ പ്രോസസ്സ് എന്നാണ്. തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ തീരുമാന പ്രക്രിയയുടെ സങ്കീർണമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഓർഗനൈസേഷൻ. എല്ലാം ഇതിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓൾ പോയിൻറ്റഡ് ടുവേർഡ്സ് ദെയർ ഇൻഫ്ലുവൻസ് അപ്പോൺ ദ ബിഹേവിയർ ഓഫ് ദി ഓപ്പറേറ്റീവ്സ്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുടെ ഇൻഫ്ലുവൻസ്
ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ് ഈ ഡിസിഷൻ എടുക്കുന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് ദ ബെസ്റ്റ് വേ ടു അനലൈസ് എൻ ഓർഗനൈസേഷൻ, അതുകൊണ്ട് ഒരു ഓർഗനൈസേഷനെ അനലൈസ് ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി, ഈസ് ടു ഫൈൻഡ് ഔട്ട് ആൻഡ് ബൈ ഹൂം ഡിസിഷൻസ് ആർ മെയ്ഡ്, ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ്, കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിസിഷണൽ പ്രോസസ്സാണ്. ആ ഡിസിഷണൽ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്, ആ ഡിസിഷൻ എടുക്കുന്ന ആളുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ ആ തീരുമാനത്തിന് എന്തിൻ്റെ മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓപ്പറേറ്റീവിൻ്റെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കിയാൽ മതി, ഓർഗനൈസേഷനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. അതാണ് ഡിസിഷൻ മേക്കിംഗ്. അക്കോർഡിംഗ് ടു ഹിം ദ ഡിസിഷൻ പ്രോസസ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ ടു സീരീസ് ഓഫ് 3 സീക്വൻഷ്യൽ സ്റ്റെപ്സ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഡിസിഷൻ മേക്കിങ്ങിന് 3 സ്റ്റെപ്സ് ആണുള്ളത്, സീക്വൻഷ്യൽ സ്റ്റെപ്സ്, ഒന്ന് കഴിഞ്ഞ് ഒന്നുള്ള രീതിയിൽ. ഫസ്റ്റ് ഇൻ്റലിജൻ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സെർച്ചിങ് ദ എൻവയോൺമെൻറ്റ് റിക്വയറിങ് ഡിസിഷൻസ്. നമ്മുടെ എൻവയോൺമെൻറ്റ് ആവശ്യപ്പെടുന്ന തീരുമാനങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അത് ഡിസൈനിങ് ആക്ടിവിറ്റി, ഐഡൻറ്റിഫൈയിങ് ആൻഡ് അനലൈസിങ് പോസിബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ, എന്ത് ചെയ്യുക, ഏതൊക്കെയാണ് തീരുമാനങ്ങൾ, എന്തൊക്കെയാണ് അവൈലബിൾ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കുക. ചോയ്സ് ആക്ടിവിറ്റി, സെലക്ടിങ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, എന്ത് ചെയ്യുക, ഒരുപാട് ചോയ്സിൽ നിന്നും എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക, തീരുമാനമാക്കുക. അതാണ് സീക്വൻഷ്യൽ ആക്ടിവിറ്റി. ഇൻ്റലിജൻ്റ് ആക്ടിവിറ്റി ഉണ്ട്, ഡിസൈൻ ആക്ടിവിറ്റി ഉണ്ട്, അതേപോലെ എന്താണ് ചോയ്സ് ആക്ടിവിറ്റി ഉണ്ട്. അത് ബൗണ്ടഡ് റേഷണാലിറ്റി. സൈമൺ ഈസ് വ്യൂ ഓഫ് ദാറ്റ് മാൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി റേഷണൽ. എന്താണ്, മനുഷ്യൻ എന്തല്ല, കംപ്ലീറ്റും റേഷണൽ ആയിട്ടുള്ള ആളല്ല, യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യവും യുക്തിപരമായിട്ട് ചിന്തിക്കുക. എന്താ റേഷണൽ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക, അയാൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന, അയാൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന തീരുമാനം ഏതാണോ അതാണ് എന്ത് ചെയ്യുക, എടുക്കുക. അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് നമ്മളെന്ത് പറയുക, റേഷണൽ ബിഹേവിയർ എന്ന് പറയുക. അദ്ദേഹം എന്ത് അഡ്വക്കേറ്റ് ചെയ്തു, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബൗണ്ടഡ് റേഷണാലിറ്റി. നമുക്ക് എന്താണ്, accordingly managers do not go for maximum satisfaction of a decision on account of various limitations and constraints, but are satisfied with the good enough satisfaction from a decision. അതായത് മാനേജേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ല. കാരണം അവർക്ക് എന്താണ്, ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില കൺസ്ട്രെയിൻസ് ഉണ്ട്. ബട്ട് അവരെന്താണ്, എന്തോ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഗുഡ് ഇനഫ് സാറ്റിസ്ഫാക്ഷനെ, തൃപ്തികരം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൗണ്ടഡ് റേഷണാലിറ്റി, അല്ലേ. മാക്സിമം അല്ല, എന്താണ്, പക്ഷേ എന്താണ് ഉള്ളതിൽ അവരെന്താണ് സംതൃപ്തരാണ്. അതാണ് ബൗണ്ടഡ് റേഷണാലിറ്റി. ആര് പറഞ്ഞതാണ്, സൈമൺ പറഞ്ഞിട്ടുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ആണ് അദ്ദേഹത്തിൻ്റെ വേറൊരു കൺസെപ്റ്റ്. Simon has given the concept of administrative man as the model of decision making. എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു മോഡലായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്നുള്ള കൺസെപ്റ്റാണ്. ദിസ് മോഡൽ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻ നോക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് മാൻ അഡോപ്റ്റ് സാറ്റിസ്ഫാക്ഷൻ അപ്രോച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് റാദർ ദാൻ മാക്സിമൈസിങ് അപ്രോച്ച് ഓഫ് എക്കണോമിക് മാൻ. എന്താണ്, അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എപ്പോഴും സാറ്റിസ്ഫൈയിങ് അപ്രോച്ചാണ്. അതായത് എന്താണ്, എക്കണോമിക് മാനിൻ്റെ പോലെ എന്താണ്, മാക്സിമം റിസൾട്ട് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൽ എന്ത് ചെയ്യുക, സാറ്റിസ്ഫാക്ഷൻ അപ്രോച്ചാണ് ആര് സ്വീകരിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് മാൻ സ്വീകരിക്കുന്നത്. ആൻഡ് ഹി പെർസീവ്സ് ദ വേൾഡ് ആസ് സിംപ്ലിഫൈസ്ഡ് മോഡൽ ഓർ റിയൽ വേൾഡ്. ദസ് ഹി റിമെയിൻസ് കണ്ടൻറ്റ് വിത്ത് എന്താണ്, സിംപ്ലിഫിക്കേഷൻ. എന്താണ്, അദ്ദേഹം പെർസീവ് ചെയ്യുന്നത് ഒരു സിംപ്ലിഫിക്കേഷനാണ്. അദ്ദേഹം പെർസീവ്സ് ദ വേൾഡ് ആസ് സിംപ്ലിഫൈഡ് മോഡൽ ഓഫ് റിയൽ വേൾഡ്. എന്താണ്, റിയൽ വേൾഡിൻ്റെ ഒരു സിംപ്ലിഫൈഡ് മോഡലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംപ്ലിഫിക്കേഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ്റെ ഒരു അസംഷൻ. And he can make his choice without first determining all possible alternatives and without screening that these are in fact all the alternatives. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് സ്ക്രീൻ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ചോയ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, മേക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു, ഹി ക്യാൻ മേക്ക് ഹിസ് ചോയ്സ് വിത്തൗട്ട് ഫസ്റ്റ് ഡിറ്റർമിനിങ് ഓൾ alternative and without screening that
ദീസ് ആർ ഇൻ ഫാക്ട് ഓൾ ദി നോൺ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആൽബർട്ട് സൈമൺ പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ക്യാൻ മേക്ക് ഹിസ് ചോയ്സ്. അതായത് ചോയ്സ് ചെയ്യാൻ പറ്റും എങ്ങനെ, വിത്തൗട്ട് ഓൾ പോസിബിൾ, ഫസ്റ്റ് ഡിറ്റർമിനിങ് ഓൾ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ്. എല്ലാ ആൾട്ടർനേറ്റീവ്സിനെയും എന്ത് ചെയ്യാതെ, സ്ക്രീൻ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചോയ്സ് തീരുമാനിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹീ ഈസ് ഏബിൾ ടു മേക്ക് ഡിസിഷൻസ് വിത്ത് ദ റിലേറ്റീവ്ലി സിമ്പിൾ റൂൾ ഓഫ് തമ്പ് ഓർ ട്രിക്സ് ഓഫ് ട്രേഡ് ഓർ ഫോഴ്സ് ഓഫ് ഹാബിറ്റ്. അതായത് ഒരു സിമ്പിൾ റൂൾ ഓഫ് തമ്പ്, സിമ്പിൾ കോമൺ സെൻസ് കൊണ്ട്, അതേപോലെ എന്താണ് ട്രിക്ക് ഓഫ് ട്രേഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തീരുമാനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. The administrative man model describes the decision-making process of managers, tarty, then alternative thereby of an economic man. എന്താണ്, പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ ആർക്ക് സാധിക്കും, അഡ്മിനിസ്ട്രേറ്റീവ് മാനിന് സാധിക്കും എന്നാണ് പറയുന്നത്. Then organizational communication. Simon has emphasized the role of communication in the organization. എന്താണ്, കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എഡ്വേർഡ് സൈമണിൻ്റെ അഭിപ്രായം. And according to him, there are 3 stages in the communication process: intimation, transmittal and receipt of information. എന്നാണ് പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആണുള്ളത്. ഇനീഷിയേഷൻ, ട്രാൻസ്മിറ്റൽ ആൻഡ് റിസീപ്റ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ്. In order to overcome the problem of communication, he has emphasized the role of informal communication and has attached less importance to formal network of authority. എന്താണ്, ഫോർമൽ നെറ്റ്വർക്ക് ഓഫ് അതോറിറ്റിക്ക് വളരെ കുറഞ്ഞ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.